വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. നമ്മൾ നമ്മുടെ ചാനലിൽ ഫാഷൻ വീഡിയോസ്, അതുപോലെ തന്നെ ഗ്രൂമിങ്, സിനിമ റിവ്യൂസ്, അങ്ങനെയുള്ള ഒരുപാട് എൻ്റർടൈൻമെൻറ്റ് കണ്ടൻസൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇനി മുതൽ അങ്ങനെയുള്ള കണ്ടൻസൊക്കെ എൻ്റെ സെക്കൻഡ് ചാനലായിട്ടുള്ള ഓസ്റ്റർ എന്ന് പറയുന്ന ഈ ചാനലിലായിരിക്കും നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കണ്ടൻസ് കാണാൻ താല്പര്യമുള്ളവർ ദയവായി ആ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കുക. ഫേസ്ബുക്കിൽ ഈ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ എൻ്റെ പേജ് ഫോളോ ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സോ വിതൗട്ട് ഫർദർ ഡിലേ, ലെറ്റ്സ് ഗെറ്റ് ഇൻ ദ വീഡിയോ. ഐ ആം ആദിൽ ഹുസൈൻ. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ബോളിവുഡ് ആക്ടർ ഹൈ വീഡിയോ കണ്ട ആളുകൾക്ക് മനസ്സിലാവും, അതിനകത്ത് നമ്മളൊരു സ്റ്റാൻഡേർഡ് ഹൈറ്റായിട്ട് വെച്ചത്, അല്ലെങ്കിൽ ഒരു റെഫറൻസ് ആയിട്ട് വെച്ചത് ഷാറുഖ് ഖാൻ്റെ ഹൈറ്റ് ആയിരുന്നു. ഷാറുഖ് ഖാൻ്റെ ഹൈറ്റിലേക്ക് എങ്ങനെയാണ് നമ്മൾ എത്തിയെന്ന് അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെയും നമ്മൾ റെഫറൻസ് ആയിട്ട് ആദ്യം ഷാറുഖ് ഖാൻ്റെ ഹൈറ്റ് തന്നെയാണ് വെക്കുന്നത്. ഞാൻ ഈ ഷാറുഖ് ഖാൻ എന്ന് പറയുമ്പോൾ ഒന്ന് രണ്ട് പേര് ചോദിച്ചു, എന്താ അങ്ങനെ പറയുന്നത്, ശരിക്കും ഷാറുഖ് ഖാൻ എന്നല്ലേ പറയേണ്ടായിരുന്നു. ശരിക്കും അത് ഷാറുഖ് ഖാൻ എന്നല്ല, ഷാറുഖ് ഖാൻ എന്നാണ് പറയുന്നത്. അതൊരു ഉറുദു അല്ലെങ്കിൽ അറബിക് നെയിമാണ്. അപ്പോൾ അതിൽ നിങ്ങളിപ്പോൾ ഈ കാണുന്ന പോലുള്ള ആ ലെറ്ററാണ് ഖാൻ എന്നുള്ളതിന് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഖ എന്നല്ല, ഈ ലെറ്റർ അറബിയിൽ ഖ എന്നാണ് ഉച്ചരിക്കുന്നത്. ഇങ്ങനെയുള്ള ലെറ്ററിന് ഹ എന്നും ആ ലെറ്ററിൻ്റെ മുകളിൽ ഒരു കുത്ത് വന്നു കഴിഞ്ഞാൽ അതിനെ ഹ എന്നുമാണ് ഉച്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പേരിൻ്റെ ശരിക്കുള്ള പ്രൊനൗൺസിയേഷൻ ഷാറുഖ് ഖാൻ എന്നാണ്. No, my name is not Khan, it's Khan. हाँ वही तो बोला कान. No, not Khan. From the epiglottis. Khan, Khan, ഇങ്ങനെയുള്ള അറബിക് നെയിംസൊക്കെ നമ്മൾ ഇവിടെ പ്രൊനൗൺസ് ചെയ്യുന്നത് തമ്മിൽ അതിൻ്റെ ശരിക്കുള്ള പ്രൊനൗൺസിയേഷൻ തമ്മിൽ വ്യത്യാസമുണ്ട്. ഇപ്പം എൻ്റെ പേര് തന്നെ, എൻ്റെ പേര് ഞാൻ ഉൾപ്പെടെ ആളുകളോട് പറയുന്നതും എൻ്റെ വീട്ടുകാർ വരെ വിളിക്കുന്നതും ആദിൽ എന്നാണ്. പക്ഷേ എൻ്റെ പേരിൻ്റെ ശരിക്കുള്ള പ്രൊനൗൺസിയേഷൻ ആദിൽ എന്നാണ്. അത് അറബിയിൽ എഴുതുമ്പോൾ ഇതാണ് അതിൻ്റെ ശരിക്കുള്ള പ്രൊനൗൺസിയേഷൻ. ആ എന്നുള്ളത് ഈ ലെറ്ററും ആ എന്നുള്ളത് ഈ ലെറ്ററുമാണ്. അപ്പോൾ എൻ്റെ ശരിക്കുള്ള പേരിൻ്റെ പ്രൊനൗൺസിയേഷൻ ആദിൽ എന്നാണ്. അപ്പോൾ എൻ്റെ കുറച്ച് നോർത്ത് ഇന്ത്യൻ ഫ്രണ്ട്സ്, അതുപോലെ തന്നെ ഫോറിനേഴ്സ് ആയിട്ടുള്ള എൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ അവർ കറക്റ്റായിട്ട് എൻ്റെ ഈ പേര് പ്രൊനൗൺസ് ചെയ്യും. അവരെന്നെ ആ കറക്റ്റ് പ്രൊനൗൺസിയേഷനിലാണ് വിളിക്കുന്നത്. അപ്പോൾ മാത്രമാണ് ശരിക്കും എൻ്റെ പേരിൻ്റെ യഥാർത്ഥ പ്രൊനൗൺസിയേഷനിൽ എനിക്ക് കേൾക്കാൻ സാധിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് വരാം. ഷാറുഖ് ഖാൻ്റെ ഹൈറ്റ് 5 അടി 8 ഇഞ്ചാണെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതായത് ഏകദേശം 172 സെൻറ്റിമീറ്റർ വരും. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് സൂപ്പർ സ്റ്റാർ രജനീകാന്തിനെ തന്നെ എടുക്കാം. രജനീകാന്തിൻ്റെ ഹൈറ്റും ഷാറുഖ് ഖാൻ്റെ ഹൈറ്റും തമ്മിൽ നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. രജനീകാന്തിനെയും ഷാറുഖ് ഖാനെയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം ഷാറുഖ് ഖാനേക്കാളും ഒരു 1/2 ഇഞ്ചിന് ഡിഫറൻസ് ഹൈറ്റ് കൂടുതൽ രജനീകാന്തിനുണ്ട്. അല്ലെങ്കിൽ ഒരു മൈന്യൂട്ട് ഡിഫറൻസ് ഹൈറ്റിന് രജനീകാന്തിന് കൂടുതലുണ്ട്. ഓൾമോസ്റ്റ് അത് സെയിം ആയിട്ട് തന്നെയാണ് എടുക്കുന്നത്. നമ്മൾ വളരെ കൃത്യമായിട്ട് ഇങ്ങനെ 1-2 പിക്ചേഴ്സ് നോക്കുമ്പോൾ ഒരു 1/2 ഇഞ്ച് കൂടുതലുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും രജനീകാന്തിൻ്റെ ഹൈറ്റ് 5 ഫുട്ട് 8.5 ഇഞ്ചസ് ആയിട്ട് എടുക്കാം. ഏകദേശം ഒരു 173 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 174 സെൻറ്റിമീറ്റർ ആയിട്ട് നമുക്ക് രജനീകാന്തിൻ്റെ ഹൈറ്റ് എടുക്കാം. അതുപോലെ അക്ഷയ് കുമാറും രജനീകാന്തും ഒരുമിച്ച് അഭിനയിച്ച സിനിമയാണ് 2.0. അക്ഷയ് കുമാർ ഏകദേശം 5 അടി 11 ഇഞ്ചാണെന്ന് ബോളിവുഡ് സെലിബ്രിറ്റി ഹൈറ്റിൽ നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും ഹൈറ്റ് തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ രജനീകാന്തിനേക്കാളും ഏകദേശം ഒരു 2.5-3 ഇഞ്ചോളം ഹൈറ്റ് കൂടുതലുണ്ട് അക്ഷയ് കുമാറിന്. അപ്പോൾ നമുക്ക് ഏകദേശം കൺക്ലൂഡ് ചെയ്യാം, രജനീകാന്തിൻ്റെ ഹൈറ്റ് 5 അടി 8.5 ഇഞ്ച് അല്ലെങ്കിൽ 5 അടി 8 ഇഞ്ച് തന്നെയാണെന്ന്. അടുത്തത് ഉലകനായകൻ കമൽഹാസനാണ്. കമൽഹാസൻ്റെ ഹൈറ്റ് കൺക്ലൂഡ് ചെയ്യാനായിട്ട് നമുക്ക് രജനിയും കമലും തമ്മിലുള്ള ഈ പിക്ചർ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. രജനിയുടെയും കമലിൻ്റെയും പിക്ചേഴ്സ് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം രജനീകാന്തിനേക്കാളും 1.5 ഇഞ്ച് ഷോർട്ടറാണ് കമൽഹാസൻ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കമൽഹാസൻ്റെ ഹൈറ്റ് ഏകദേശം 5 അടി 7 ഇഞ്ചായിട്ടാണ് കിട്ടുന്നത്. ഇനി ഷാറുഖ് ഖാനുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴും അപ്പോഴും ഷാറുഖ് ഖാനേക്കാളും ഏകദേശം 1 ഇഞ്ച് ഹൈറ്റ് കുറവാണ് കമൽഹാസന്. അപ്പോൾ അങ്ങനെയും നമുക്ക് കമൽഹാസൻ്റെ ഹൈറ്റ് 5 അടി 7 ഇഞ്ചായിട്ട് എടുക്കാം. അടുത്തത് ദളപതി വിജയ് ആണ്. വിജയും രജനീകാന്തിനെയും കൂടി നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. വിജയും രജനീകാന്തിനെയും കൂടി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഏകദേശം രജനീകാന്തിനേക്കാളും 1.5 ഇഞ്ച് ഹൈറ്റ് കൂടുതലുണ്ട് വിജയ്ക്ക്. അപ്പോൾ രജനീകാന്തിൻ്റെ ഹൈറ്റ് നമ്മൾ 5 ഫുട്ട് 8.5 ഇഞ്ചസ് ആണ് പറഞ്ഞത്. ഏകദേശം 1.5 ഇഞ്ച് അതിനോട് കൂട്ടുമ്പോൾ ഏകദേശം 5 ഫുട്ട് 10 ഇഞ്ചസ് ആയിട്ട് നമുക്ക് വിജയുടെ ഹൈറ്റ് ഈ ഒരു കമ്പാരിസണിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതായത് ഏകദേശം 177 സെൻറ്റിമീറ്റേഴ്സ്.
ഇനി കമൽഹാസനെയും വിജയും കൂടി കമ്പയർ ചെയ്ത് നോക്കുമ്പോഴും കമൽഹാസനേക്കാളും ഏകദേശം ഒരു 3 ഇഞ്ച് വിജയ്ക്ക് കൂടുതലുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോഴും വിജയുടെ ഹൈറ്റ് നമുക്ക് 5 ഫുട്ട് 10 ഇഞ്ചസ് ആയിട്ടാണ് കിട്ടുന്നത്. സോ നമുക്ക് വിജയുടെ ഹൈറ്റ് 5 ഫുട്ട് 10 ഇഞ്ചസ് ആണെന്ന് കൺഫേം ചെയ്യാം. അടുത്തത് നടുപ്പിൻ നായകൻ സൂര്യയാണ്. നെഞ്ചുക്കുൾ പെയ്തിടും മാമഴை നീരുക്കുൾ മൂழ்കിടും താമരൈ. അപ്പോൾ അതിനായിട്ട് റെഫറൻസ് ആയിട്ട് നമുക്ക് കമൽഹാസനെ തന്നെ എടുക്കാം. കമൽഹാസനും സൂര്യയും കൂടെയുള്ള ഈ ഒരു പിക്ക് നോക്കുകയാണെങ്കിൽ കമൽഹാസനേക്കാളും ഏകദേശം 1 ഇഞ്ച് ഷോർട്ടറാണ് സൂര്യ. കമൽഹാസൻ്റെ ഹൈറ്റ് നമ്മൾ പറഞ്ഞത് 5 ഫുട്ട് 7 ഇഞ്ചസ് ആണ്. അതിനേക്കാളും 1 ഇഞ്ച് ഷോർട്ടർ എന്ന് പറയുമ്പോൾ സൂര്യയുടെ ഹൈറ്റ് നമുക്ക് അതിൽ നിന്ന് ഏകദേശം 5 ഫുട്ട് 6 ഇഞ്ചസ് ആയിട്ടാണ് കിട്ടുന്നത്. അതായത് ഏകദേശം 167 സെൻറ്റിമീറ്റർ ആയിട്ടാണ് സൂര്യയുടെ ഹൈറ്റ് നമുക്ക് കിട്ടുന്നത്. ഇനി സൂര്യയും വിജയും കൂടി കമ്പയർ ചെയ്ത് നോക്കുമ്പോഴും സൂര്യയെക്കാളും ഏകദേശം ഒരു 4 ഇഞ്ച് ടോളറാണ് വിജയ്. അപ്പോൾ വിജയുടെ ഹൈറ്റ് 5 ഫുട്ട് 10 ഇഞ്ചസ്. അങ്ങനെ നോക്കുമ്പോഴും നമുക്ക് സൂര്യയുടെ ഹൈറ്റ് 5 ഫുട്ട് 6 ഇഞ്ചസ് ആണെന്ന് കൺഫേം ചെയ്യാം. അടുത്തത് ചിയാൻ വിക്രമാണ്. വിക്രത്തിനെ നമ്മൾ സൂര്യയുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ സൂര്യയെക്കാളും ഏകദേശം ഒരു 1.5 ഇഞ്ച് ഹൈറ്റ് കൂടുതലുണ്ട് വിക്രത്തിന്. അപ്പോൾ വിക്രത്തിൻ്റെ ഹൈറ്റ് നമുക്ക് ഏകദേശം 5 ഫുട്ട് 7.5 ഇഞ്ചസ് ആണെന്ന് പറയാം. ഇനി നമുക്ക് വിക്രത്തിനെയും കമൽഹാസനെയും കൂടി ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഇവരുടെ ഈ ഫോട്ടോയിൽ കമൽഹാസനേക്കാൾ ഒരു മൈന്യൂട്ടായിട്ട് ഹൈറ്റ് കൂടുതൽ വിക്രത്തിന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സോ അപ്പോഴും നമുക്ക് ഏകദേശം പറയാം വിക്രത്തിൻ്റെ ഹൈറ്റ് 5 ഫുട്ട് 7.5 ഇഞ്ചസ് ആണ്. അടുത്ത തല അജിത് കുമാറാണ്. അജിത് കുമാറിനെയും വിജയും കൂടി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വിജയേക്കാളും ഏകദേശം ഒരു 1.5-2 ഇഞ്ച് ഷോർട്ടറാണ് അജിത് കുമാർ. വിജയുടെ ഹൈറ്റ് 5 ഫുട്ട് 10 ഇഞ്ചസ് ആണ്. അപ്പോൾ ഏകദേശം അജിത് കുമാറിൻ്റെ ഹൈറ്റ് നമുക്ക് 5 ഫുട്ട് 8.5 ഇഞ്ചസ് ആയിട്ട് എടുക്കാം. അതുപോലെ ആദ്യകാലങ്ങളിൽ അജിത് കുമാറും വിക്രമും കൂടി ഒരുമിച്ച് അഭിനയിച്ച സിനിമയാണ് ആസൈ എന്ന് പറയുന്നത്. അപ്പം അതിൽ അജിത് കുമാറിനേക്കാളും ഏകദേശം 1 ഇഞ്ചോളം ഷോർട്ടറാണ് വിക്രം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ വിക്രത്തിൻ്റെ ഹൈറ്റ് 5 ഫുട്ട് 7.5 ഇഞ്ചസ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അതിനോട് 1 ഇഞ്ച് കൂട്ടുമ്പോൾ നമുക്ക് അജിത് കുമാറിൻ്റെ ഹൈറ്റ് ഏകദേശം 5 ഫുട്ട് 8.5 ഇഞ്ചസ് ആണെന്ന് പറയാം. അടുത്തത് കാർത്തിയാണ്. 10 வருஷம் உள்ளே இருந்தேன்னு மட்டும்தானே சார் தெரியும். உள்ளே போகிறதுக்கு முன்னாடி என்ன பண்ணிட்டு இருந்தேன்னு தெரியாதுல்ல. കാർത്തിയും സൂര്യയും കൂടി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ സൂര്യയെക്കാളും ഏകദേശം ഒരു 4 ഇഞ്ച് ടോളറാണ് കാർത്തി. അപ്പോൾ ആ ഒരു കമ്പാരിസണിൽ നമുക്ക് പറയാം കാർത്തിയുടെ ഉയരം ഏകദേശം 5 ഫുട്ട് 10 ഇഞ്ചാണെന്ന്. ഇവർ രണ്ടുപേരും ഏകദേശം സെയിം ഹൈറ്റ് ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അവിടെയും നമുക്ക് പറയാൻ സാധിക്കും വിജയുടെ ഉയരം 5 ഫുട്ട് 10 ഇഞ്ചസ് ആണ്. സോ കാർത്തിയുടെ ഉയരവും ഏകദേശം 5 ഫുട്ട് 10 ഇഞ്ചസ് ആണ്. സോ നമുക്ക് കാർത്തിയുടെ ഉയരം 5 ഫുട്ട് 10 ഇഞ്ചസ് ആയിട്ട് എടുക്കാം. അടുത്തത് ജയം രവിയാണ്. ജയം രവിയും കാർത്തിയും കൂടി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കാർത്തിയേക്കാളും ഏകദേശം 1.5 ഇഞ്ച് ടോളറാണ് ജയം രവി, അല്ലെങ്കിൽ 1.5 ഇഞ്ച് ടോളറാണ് ജയം രവി. അപ്പോൾ കാർത്തിയുടെ ഉയരം എന്ന് പറയുന്നത് 5 ഫുട്ട് 10 ഇഞ്ചസ് ആണ്. അപ്പോൾ നമുക്ക് ജയം രവിയുടെ ഉയരം ഈ ഒരു കമ്പാരിസണിൽ നിന്ന് 5 ഫുട്ട് 11.5 ഇഞ്ചസ് ആണെന്ന് പറയാം. ഇനി വിക്രത്തിനെയും ജയം രവിയെയും കൂടി കമ്പയർ ചെയ്യുമ്പോഴും വിക്രത്തിനേക്കാളും ഏകദേശം ഒരു 3-3.5 ഇഞ്ച് ടോളറാണ് ജയം രവി. സോ ഈ ഒരു കമ്പാരിസണിൽ നിന്നും നമുക്ക് ജയം രവിയുടെ ഉയരം 5 ഫുട്ട് 11.5 ഇഞ്ചസ് ആണെന്ന് ആ ഒരു നിഗമനത്തിലെത്താം. സോറി, എനിക്ക് ഭയങ്കര കോൾഡാണ്. അപ്പോൾ ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്താണ് വീഡിയോ ചെയ്യുന്നത്. സൗണ്ടൊക്കെ അടച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പം തോന്നുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന വിശാലിനെയാണ്. ഉയരത്തിൻ്റെ കാര്യത്തിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ആക്ടറാണ് വിശാൽ എന്ന് പറയുന്നത്. വിശാലിനെ വളരെ ടോളായിട്ടുള്ള ഒരു ആക്ടറായിട്ടാണ് പൊതുവെ നമ്മൾ കണക്കാക്കുന്നത്. സോ വിശാലിൻ്റെ ഹൈറ്റ് കണ്ടെത്താനായിട്ട് നമുക്ക് വിശാലിനെയും ജയം രവിയെയും കൂടി ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഇവർ രണ്ടുപേരെയും കൂടി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ജയം രവിയെക്കാളും ഏകദേശം ഒരു 1.5 ഇഞ്ചോളം ടോളറാണ് വിശാൽ. സോ ഈ ഒരു കമ്പാരിസണിൽ നിന്ന് നമുക്ക് വിശാലിൻ്റെ ഉയരം ഏകദേശം 6 ഫുട്ട് 1 ഇഞ്ചാണെന്ന് ഏകദേശം ഉറപ്പിക്കാം. ഇനി വിശാലിനെയും കാർത്തിയും കൂടി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഏകദേശം ഒരു 2.5 ഇഞ്ചിൻ്റെ ഡിഫറൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സോ അപ്പോഴും നമുക്ക് പറയാം വിശാലിൻ്റെ ഉയരം 6 ഫുട്ട് 1 ഇഞ്ചാണെന്നുള്ളത്. അടുത്ത ആര്യയാണ്. ആര്യ വിശാലിനെയും കൂടെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഏകദേശം ഒരു 3.5-4 ഇഞ്ചോളം വിശാലിനേക്കാളും ഷോർട്ടറാണ് ആര്യ. സോ ഈ ഒരു കമ്പാരിസണിൽ നിന്ന് നമുക്ക് ആര്യയുടെ ഉയരം ഏകദേശം 5 ഫുട്ട് 9.5 ഇഞ്ചസ് അല്ലെങ്കിൽ 5 ഫുട്ട് 9 ഇഞ്ചസ് ആണെന്ന് പറയാം. ഇനി ആര്യയും കാർത്തിയും കൂടി നോക്കുമ്പോഴും കാർത്തിയേക്കാളും ഏകദേശം ഒരു 1 ഇഞ്ചോളം അടുത്ത് ഷോർട്ടറാണ് ആര്യ. സോ അപ്പോഴും ആര്യയുടെ ഉയരം നമുക്ക് ഏകദേശം 5 ഫുട്ട് 9.5 ഇഞ്ചസ് അല്ലെങ്കിൽ 5 ഫുട്ട് 9 ഇഞ്ചസ് ആണെന്ന് പറയാം. അടുത്തത് വിജയ് സേതുപതിയാണ്.
വിജയ് സേതുപതിയും ആര്യയും കൂടി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ രണ്ടുപേർക്കും ഏകദേശം സെയിം ഹൈറ്റാണ്. അപ്പോൾ നമുക്ക് പറയാം വിജയ് സേതുപതിയുടെ ഹൈറ്റ് എന്ന് പറയുന്നത് ഏകദേശം 5 ഫുട്ട് 9.5 ഇഞ്ചസ് അല്ലെങ്കിൽ 5 ഫുട്ട് 9 ഇഞ്ചസ് ആണെന്നുള്ളത്. ഇനി വിജയ് സേതുപതിയെയും കൂടി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വിജയേക്കാളും ഏകദേശം 1 ഇഞ്ച് ഷോർട്ടറാണ് വിജയ് സേതുപതി. സോ അപ്പോഴും നമുക്ക് പറയാം വിജയ് സേതുപതിയുടെ ഹൈറ്റ് 5 ഫുട്ട് 9 ഇഞ്ച് ആണെന്നുള്ളത്. അടുത്തത് ധനുഷാണ്. ധനുഷിനെയും രജനീകാന്തിനെയും കൂടി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ രണ്ടുപേരും ഏകദേശം സെയിം ഹൈറ്റാണ്. സോ ആ ഒരു കമ്പാരിസണിൽ നിന്ന് നമുക്ക് പറയാം ധനുഷിൻ്റെ ഹൈറ്റും ഏകദേശം 5 ഫുട്ട് 8.5 ഇഞ്ചസ് ആണെന്നുള്ളത്. ഇനി ധനുഷും അജിത്തും സിലംബരസൻ ടിആറും കൂടി നിൽക്കുന്ന ഈ പിക്ക് നോക്കുമ്പോഴും 3 പേരും ഏകദേശം സെയിം ഹൈറ്റാണ്. അതുപോലെ ധനുഷും സിലംബരസൻ ടിആറും കൂടി നിൽക്കുന്ന പിക്ക് നോക്കുമ്പോഴും അവർ രണ്ടുപേരും ഏകദേശം ഒരേ ഹൈറ്റാണ്. സോ നമുക്ക് പറയാം ധനുഷിൻ്റെ ഹൈറ്റ് ഏകദേശം 5 ഫുട്ട് 8.5 ഇഞ്ചസ് ആണ്. അതുപോലെ സിലംബരസൻ ടിആറിൻ്റെ ഹൈറ്റും ഏകദേശം 5 ഫുട്ട് 8.5 ഇഞ്ചസ് ആണ്. അടുത്തത് ശിവകാർത്തികനാണ്. ശിവകാർത്തികനും അജിത്തും കൂടി നിൽക്കുന്ന പിക്കിൽ അജിത്തിനെക്കാളും ഏകദേശം ഒരു 2-2.5 ഇഞ്ച് ഉയരം കൂടുതൽ ശിവകാർത്തികനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഈ ഒരു കമ്പാരിസണിൽ നമുക്ക് ശിവകാർത്തികേൻ്റെ ഉയരം ഏകദേശം 5 ഫുട്ട് 11 ഇഞ്ചസ് ആയിട്ടാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ ശിവകാർത്തികേനും വിജയും കൂടി നിൽക്കുന്ന പിക്കിലും വിജയേക്കാളും ഏകദേശം 1 ഇഞ്ച് ടോളറാണ് ശിവകാർത്തികേയൻ. സോ ഈ കമ്പാരിസണിലും നമുക്ക് പറയാം ശിവകാർത്തികേൻ്റെ ഹൈറ്റ് ഏകദേശം 5 ഫുട്ട് 11 ഇഞ്ചസ് ആണ്. സോ ഇത്രയുമാണ് നമ്മുടെ ഈ കോളിവുഡ് അല്ലെങ്കിൽ തമിഴ് ആക്ടേഴ്സ് ഹൈറ്റ് വീഡിയോയിലുള്ളത്. ഏകദേശം ഒരു 10-15ഓളം ആക്ടേഴ്സിന് ഇതിനകത്ത് കവർ ചെയ്യാൻ സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും ഒരുപാട് ആക്ടേഴ്സ് ഉണ്ടാവും. എല്ലാവരെയും കൂടി ഈ ഒരു ചെറിയ വീഡിയോയിൽ നമുക്ക് ഒതുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് പ്രധാനപ്പെട്ട ആക്ടേഴ്സിനെ മാത്രമാണ് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സോ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കുക. ഫേസ്ബുക്കിൽ ഈ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ എൻ്റെ പേജ് ഫോളോ ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സോ ഇതുപോലെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായി കാണുന്നവരെ ഐ എം ആദിൽ ഹുസൈൻ signing off.